നീ അങ്ങനെ ചെയ്യാത്ത പക്ഷം രമചേച്ചിയോട് എനിക്കെല്ലാം മാറ്റി പറയേണ്ടി വരും. ഞാൻ അങ്ങനെ മാറ്റി പറയുന്നതിന്റെ അന്ന് നീ രമാനിലയത്തിൽ നിന്ന് പുറത്താ. നരേന്ദ്രേട്ടാ, അച്ഛാ, ഇതുവരെയും സത്യം എനിക്കറിയില്ലായിരുന്നു. രമചേച്ചി പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് അച്ഛനെ ദ്രോഹിച്ചു കൊന്നവരുടെ കൂട്ടത്തില് ശിവദാസനുണ്ടായിരുന്നു. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കൈ കിട്ടിയപ്പോ മണിമാല അല്ല ചോദിക്കായിരുന്നത്, എന്റെ അച്ഛനെ കൊന്നത് എന്തിനായിരുന്നു എന്നായിരുന്നു. ജയിലിൽ നിന്നിറങ്ങുന്ന ശിവദാസനെ ഞാൻ കൊല്ലും. അതെന്റെ അച്ഛന് ഞാൻ തരുന്ന വാക്കാ. അണ്ണാ, ഞാൻ ആനന്ദൻ. ആ പറയടാ. അണ്ണാ, ഞങ്ങളിപ്പോ വിതിര വനത്തിലാ ഉള്ളത്. വനത്തിലെന്ന് പറഞ്ഞ ഉൾവനത്തിൽ തന്നെയല്ലേ? ആ. പൂജാരിയെ മോളെ നല്ല പോലെ കുഴിച്ചിട്ടോണം. ആ ശരി അണ്ണാ. ഇനി സ്മെല്ല് അടിച്ച് ഫോറസ്റ്റുകാർ ഇത് അറിയണ്ട. എല്ലാം കഴിയുമ്പോൾ വിളിക്കേ. ഓക്കെ അണ്ണാ, കഴിയുമ്പോ ഞാൻ വിളിക്കാം. ഈ നരേന്ദ്രനെ ചതിക്കുന്നവർക്കൊക്കെ മരണശിക്ഷയാ ഈ നരേന്ദ്രൻ വിധിക്കുന്നത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? നരേന്ദ്രേട്ടനോട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മണിമാല ഇനിയിപ്പോ പെട്ടെന്ന് കിട്ടുന്നു തോന്നുന്നില്ല. കിട്ടുമെന്ന് തോന്നുന്നില്ലേ? അതെന്താ കാര്യം? മണിമാല ഇപ്പൊ ഉള്ളത് അതിരിക്കേണ്ട സ്ഥലത്ത് തന്നെയാ. കൊട്ടാരംവക അമ്പലത്തില് ദേവിയുടെ സന്നിധിയിലാ അതിപ്പുള്ളത്. നാഗബന്ധനം തുറന്ന് കല്യാണി അതവിടെ സുരക്ഷിതമായിട്ട് വെച്ചു. കല്യാണി എവിടെയാന്നും അറിയില്ല. നാഗബന്ധനം എങ്ങനെ തുറക്കുമെന്ന് എനിക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് നരേന്ദ്രേട്ടൻ തൽക്കാലം മണിമാലയെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. മണിമാല അമ്പലത്തിൽ കൊണ്ടുവച്ചെന്ന് നിന്നോടാരാ പറഞ്ഞേ? അത് കല്യാണി തന്നെയാ പറഞ്ഞത്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം തേരോട്ടം തേരോട്ടം. അതെ, നമ്മളിപ്പോ കാണാൻ പോകുന്ന ആളുടെ പേരെന്താന്ന് പറഞ്ഞ? സൂസൻ. പ്രായമായ ആളാണോ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? എന്നോടൊപ്പം കോളേജിൽ പഠിച്ചതാ. താൻ കോളേജിൽ ഇറങ്ങിയിട്ട് കുറെ ആയില്ലേ? ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? തന്നോട് ആ കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയാ? ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാ തന്റെ ശ്വാസകോശത്തിന് അസുഖം വരും. കേട്ടിട്ടില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന്? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ചിന്നുവിനെ വെറുതെ ഒന്ന് ഇളക്കി നോക്കാം. ഇത് തന്നെ അവസരം.
കല്യാണിയോ? ആ അപ്പൊ അവള് നിന്നെ കാണാൻ വന്നോ? ആ, ഇല്ലല്ലല്ല, അവളെന്നെ കാണാൻ വന്നതല്ല, എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാ. അവള് നിന്റെ ഫോണിൽ വിളിച്ചോ? ഉം, എന്നിട്ട് നീ ആ നമ്പർ സേവ് ചെയ്തില്ലേ? ഇല്ല, വേറെ ആരുടെയോ നമ്പറിൽ നിന്ന് വിളിക്കുന്നെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ആ നമ്പറിൽ പിന്നീട് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഛെ, നരേന്ദ്രേട്ടാ, ഞാൻ മണിമാല തിരക്കി നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടല്ല അവൾ എന്നെ വിളിച്ചത്. ഉം. മണിമാല സുരക്ഷിതായിട്ട് അമ്പലത്തിൽ വച്ചു എന്ന് പറയാനാ അവള് വിളിച്ചത്. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. നീ ഇലവദേശം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണെന്ന് രമ ചേച്ചി അറിയിക്കാൻ പറഞ്ഞു. ഞാനത് ഇടം വലം നോക്കാതെ ചെയ്തു. രമ ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആ വിശ്വാസത്തിലാ നീ ഇപ്പോഴാ വീട്ടിൽ താമസിക്കുന്നത്. അതുപോലെ നീ തിരികെ എനിക്കൊരു വാക്ക് തന്നു. എന്ത് ചെയ്തിട്ടായാലും മണിമാല എനിക്ക് തരുമെന്ന്. ആ വാക്ക് നീ പാലിക്കണം. നിന്റെ അനിയത്തി ഏത് മറവിലാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി നാഗബന്ധനം അഴിച്ച് മണിമാല നീ എനിക്ക് കൊണ്ടുവന്ന് തരണം. ആ ചുമതല നിന്റേത് മാത്രം. നീ അങ്ങനെ ചെയ്യാത്ത പക്ഷം രമച്ചേച്ചിയോട് എനിക്കെല്ലാം മാറ്റി പറയേണ്ടി വരും. ഞാൻ അങ്ങനെ മാറ്റി പറയുന്നതിന്റെ അന്ന് നീ രമാനിലയത്തിൽ നിന്ന് പുറത്താ. നരേന്ദ്രേട്ടാ, തെരുവിൽ കിടന്ന് നീ തെണ്ടും. അതല്ല, നീ നിന്റെ അനിയത്തെ കണ്ടുപിടിച്ച് മണിമാല എന്റെ കയ്യിൽ എത്തിച്ച 5-6 കോടി രൂപ നിന്റെ കയ്യിൽ ഞാൻ തരും. ഞാൻ അവളെ കണ്ടുപിടിക്കാൻ നരേന്ദ്രേട്ടാ. ആ, മണിമാല എടുത്ത് ഞാൻ കൊണ്ടുവന്ന് തരുകയും ചെയ്യാം. ആ. എനിക്ക് ഇത്രയും കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനത് വേണ്ടെന്ന് വെക്കണം? നരേന്ദ്രേട്ടൻ ചെല്ല്, ഞാൻ മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യട്ടെ. നീ എങ്ങനെ പ്ലാൻ ചെയ്താലും എനിക്ക് മണിമാല വേണം. അതിൽ കുറഞ്ഞ് എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. പിന്നെ നിന്റെ 5-6 കോടിക്ക് വേണ്ടി ഞാൻ ആ മണിമാല നിനക്ക് ഇപ്പൊ തരല്ലേ? നീ അത് സ്വപ്നം കണ്ട് നടക്കേയുള്ളൂ. കല്യാണിയെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വശത്താക്കും, മണിമാല കൈക്കലാക്കുകയും ചെയ്യും. എന്നിട്ട് ഞാനത് കൊടുക്കാൻ പോകുന്നത് രമാദേവിക്കാ. രമാദേവിക്ക് അത് കൊടുത്ത് രമാനിലയത്തിൽ ഞാൻ എന്റെ സ്ഥാനം അങ്ങ് ഉറപ്പിക്കും. പിന്നെയാ ഈ ഐശ്വര്യലക്ഷ്മിയുടെ സമയം ശരിക്കും അങ്ങ് തെളിയാൻ പോകുന്നത്.